ഇനി ആരും വരാനില്ലെങ്കിൽ ശവം എടുക്കാം, വൈകിക്കണ്ട. ശവം എടുക്കാൻ വരട്ടെ. പാമ്പടിച്ച വിഷയമായതുകൊണ്ട് മരിച്ചു അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. ഉള്ളിൽ എവിടെയോ ജീവ ഒളിച്ചിരിപ്പുണ്ടാവേ. ഡോക്ടർ ഒന്ന് പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചതാ. ഹൈ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. രണ്ടാൾക്കാരെ വണ്ടി എടുത്താ കാവിലങ്ങാടിക്കൊന്നും അങ്ങോട്ട് പോവാ. നമ്മുടെ ആ ശർക്കര വൈദ്യരില്ലേ, അയാളെ ഉടനെ ഇങ്ങോട്ട് എത്തിക്ക. മരിച്ചു ഒന്ന് വൈദ്യര് പറഞ്ഞാൽ നമുക്ക് ശവം എടുക്കാം. അതുവരെ എല്ലാരും ഒന്ന് കാത്തിരുന്നേ പറ്റൂ. പുറപ്പെട്ടോളൂ. ഞാനിവിടെ ഉണ്ട്, പോയിട്ടില്ല. ഇടക്കിടക്ക് എന്നെ അങ്ങനെ നോക്കണമെന്നില്ല. വെട്ടിക്കോളൂ. ചന്തി അവിടെ നിൽക്കട്ടെ, ചട്ടകളകട്ടെ. മൂട് അളക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഇത്? ഉത്രട്ടാജി വള്ളംകളിയല്ല, നട്ടോട്ടാജി സത്തേ. നല്ലോണം അളക്കുക. ഇത് ഉപ്പേരിക്കുള്ളതല്ല, മരുന്നിനുള്ളതാ. നന്നായി അങ്ങോട്ട് എരിയാ. തുടങ്ങിക്കോളൂ. വരിക. എന്താ അറിവുകളെ? മങ്കമ്മയുടെ അടുത്തുനിന്ന് ആ ചാക്കണയും മന്ത്രകോലും വാങ്ങിക്കൊണ്ടുവരിക. ചെന്നോളൂ. മങ്കെടുത്തിയേ ആ ചാക്കണി മന്തകോലും എടുത്തരം പറഞ്ഞ അറിവുകള്. എന്റെ ഈശ്വര, അയ്യോ ഈശ്വര, എന്താ ഇവിടെ സംഭവിച്ചേ? അയ്യോ, എവിടെ ചാക്കണയും മന്ത്രകോലും? കിട്ടിയില്ല. ചോദിക്കാൻ ഞാൻ തന്നെ കിണ്ടിയെടുത്ത് എറിഞ്ഞോടിച്ച അറിവുകളെ. താൻ അവിടെ ചെന്ന് എന്താ ചോദിച്ചേ? ചാക്കണയും മന്തകോലും. എന്റെ ഭാര്യ മങ്കമ്മയെ താനെന്താ വിളിച്ചേ? മങ്കിയെടുത്തിയെന്ന്. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ മങ്കി മങ്കിന്ന് വിളിക്കണത് കേട്ട് നിൽക്കാൻ ലോകത്തൊരു ഭർത്താവിന് സാധിക്കില്ല. മങ്കിയുടെ അർത്ഥം ഒരു 100 പ്രാവശ്യം തനിക്ക് ഞാൻ പറഞ്ഞു തന്നൂലോ അല്ലേ? ഞാൻ അർത്ഥം വെച്ച് വിളിച്ചല്ല അറിവുകളെ. പക്ഷെ എന്റെ ഭാര്യക്ക് ലേശം ഇംഗ്ലീഷ് അറിയാം. എടോ കടവരാ, അവർകളെ ഈ മൃട്ടാള ഭിക്ഷുവിനെ മങ്കമ്മയുടെ പേര് വിളിക്കാനൊന്ന് പഠിപ്പിച്ചൂടെ തനിക്ക്? പഠിപ്പിക്ക അവർകളെ. മങ്കമ്മ, മങ്കിയമ്മ, മങ്കമ്മ, മങ്കിയമ്മ, മങ്കമ്മ, മങ്കിയമ്മ. ഇപ്പൊ വേണ്ട, ഞാനിവിടെ ഇല്ലാത്തപ്പോ മതി. ഞാൻ പറഞ്ഞിപ്പോ എന്താ ഒരു കുഴപ്പം? മാ മങ്കമ്മ. ഹലോ, ഒന്ന് നിക്കണേ.
നമ്മളെ ഈ ശർക്കര വൈദ്യര് വീട്ടിലേക്കുള്ള വഴിയേതാ? എന്ത്? ശർക്കര വൈദ്യരില്ലേ, ശർക്കര വൈദ്യര്, അയാളെ വീട്ടിലേക്കുള്ള വഴിയേതാ? എന്താ പ്രശ്നം? ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. മരിച്ചണോ ഇല്ലേന്നൊന്ന് ഉറപ്പ് വരുത്താൻ വൈദ്യരൊന്ന് കൊണ്ടുപോകാൻ കരുതി വന്നതാ. ശർക്കര വൈദ്യരെന്ന് വിളിച്ചാണ് ചെന്നാലേ ആ മരിച്ചവൻ അവിടെ തന്നെ കുഴിച്ചിടേണ്ടി വരും. മൂപ്പര പേര് വൈദ്യ കുലോത്തമ ഋഷികേശ ശാന്തര മൂസത് എന്നാ. വൈദ്യകുലോത്തമ ഋഷികേശ ശാർങ്ങതര മൂസത് എന്നാ. മൂസ വൈദ്യരെന്ന് പറഞ്ഞാൽ മതിയാവൂ. നിങ്ങളൊരു കാര്യം ചെയ്തോളി, മൂസാക്കാന്നാണ് വിളിച്ചാളി. എന്നാ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചും പോവാ. ആ പിന്നെ മൂപ്പരോട് കുറച്ച് ബഹുമാനത്തിൽ കണ്ടും കേട്ട് ഇന്നാലേ നിങ്ങളെ കാര്യം നടക്കുള്ളൂ. ആ വൈദ്യരെന്ന് വിളിച്ചാ മതി, അതാണ് വഴി. ഇതിലാണ്ട് പോയാ മതി. വൈദ്യരില്ലേ? പൊട്ടനാണെന്ന് തോന്നുന്നു. വൈദ്യർ ഇവിടെ അല്ലേ? എന്താ അവിടെ? ആ. ആരാ? വന്ന സമയം ശുഭലക്ഷണ. ക്ഷിപ്ര, കഠോര, വരിക. അറവള് വിളിച്ചോ? ആ മരണ വീട്ടുകളുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കുക. ഉടനെ പുറപ്പെടണം. എവിടെ സ്ഥലം? ആനപ്പറമ്പേ. വാഹനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. റെഡിയാണ്. റെഡിയാ. എന്നാ പിന്നെ നടക്കുക, ആ. വേഗം നടക്കുക. ആക്കി വന്നിട്ടേരാടാ. ആ ഞാനുണ്ട് ചവിട്ടിങ്ങ് വലിക്ക്. കടോര വേഗം അങ്ങനെ കയറിക്കോ. നല്ല സീറ്റ് ഇട്ടോ. ഒന്നങ്ങോട്ട് നീങ്ങിരിക്കുക. ഇറങ്ങിക്കോളി, വേഗം വരി. വരിക. വൈദ്യര് വരുന്നുണ്ട് കേട്ടോ, എല്ലാരും ഒന്ന് മാറിക്കോളി. ഒന്ന് മാറിക്ക്. ദാദാ ഒന്ന് മാറിക്ക്. വൈദ്യരെ രക്ഷിക്കണം. എനിക്ക് ആകെയുള്ളൊരു മോനാ. അവൻ മരിച്ചു. വൈദ്യരെ, അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കണം. നിർത്തുക, രക്ഷിക്കണം വൈദ്യരെ. നിർത്തുക. ഞാൻ ഈശ്വരനല്ല. അവന് ജീവൻ നൽകിയ ആള് അത് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ജീവൻ തിരിച്ചെടുത്തിട്ടുണ്ടോ അതോ ശരീരത്തിലുണ്ടോ എന്നറിയാനാ ഞാൻ വന്നത്. അതുവരെ എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കുക. വരിക. ആ കഠോരം വരിക. ക്ഷിപ്രൻ ഇവിടെ നിൽക്കുക. എല്ലാരും ഒന്ന് മാറിക്കോളെ, ഒന്ന് വഴി കൊടുക്കി. ആ മുറിയിൽ നിന്ന് എല്ലാവരോടൊന്ന് മാറിക്കോളാൻ പറയാ. ആ കാർന്നോർ ഇങ്ങോട്ട് വരിക. ബാക്കി ആരും ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. വരിക. നിഷ്കാസനാം സപ്തകടാഹ ദുർമേധസ്യ ഷഡ്ഭുജ ത്രികുണ്ഡം എന്നാണല്ലോ പ്രമാണം. തരിക. ഓ തന്നോളൂ. പുറത്തു പോയി ശർക്കര എടുത്ത് തയ്യാറായി നിൽക്കാൻ പറയാം. ചെന്നോളൂ. മാറുക. ആ ചെരുപ്പ് എവിടെ? ചെരുപ്പ് കിട്ടി.
ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു. ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു. ആ എല്ലാരും മാറുന്നോളൂ, എല്ലാരും റെഡി ചെയ്യുന്നോളൂ. പിടിച്ചോളൂ. ഇത് പിടിക്കുക. ഇനി ഒന്നുകൊണ്ട് പഠിക്കണ്ട. അറവുകൾ ശർക്കര എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഒന്നും പഠിക്കണ്ട, രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞ കേൾക്കാത്ത ഇങ്ങോട്ട് മാറിക്ക. എങ്ങനെയുണ്ട്? ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഇതുകൂടെ കുറച്ചുകൂടെ. നല്ല കുട്ടിയായല്ലോ. എങ്ങനെയുണ്ട്? എന്തേ എന്തിനാണ് അടിച്ചേ? മര്യാദക്ക് മരിച്ചു കിടന്നിരുന്ന തന്നെ ആ മരുന്ന് കുടിപ്പിക്കുന്നതിലും ഭേദം ഞാൻ മരിച്ചങ്ങോട്ട് പോയേന്. എമ്മാതിരി കയ്പ്. പോവാ. അയ്യോ എന്തോരടി. പിടിക്കുക, ഇത് പിടിക്കുക. സന്തോഷായില്ല എല്ലാവർക്കും. ഇനി ക്ഷിപ്രനും കടറിനും എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളൂ. അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഞങ്ങൾക്ക് കിട്ടാനുള്ളൊക്കെ ഈ ശവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയേ. പോവാ. എന്നാ ഇനി താമസിക്കണ്ട, പുറപ്പെടാം. ഇനി യാത്ര പറയാൻ നിൽക്കണില്ല, പുറപ്പെടുക. എവിടെ വണ്ടിക്കാര് വരിക? പുറപ്പെടാം. വൈദ്യരെ വളരെ സന്തോഷായി. വൈദ്യർക്കുള്ളതും കൂടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓ ഞാൻ വാങ്ങിച്ചോളാം. നടക്കുക. ആ ക്ഷിപ്ര, കഠോര, എനിക്കുള്ളത് ഇങ്ങോട്ട് എടുത്തോളൂ. തരാലോ, സൗകര്യം പോലെ തരാം. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല മങ്കമ്മേ. ഇജന്റെ വൈദ്യരോട് പറഞ്ഞ് ആ ഒറ്റമൂലി എനിക്കും കുറച്ച് തരാൻ പറയും. എന്റെ വൈദ്യർ ഒറ്റമൂലി പ്രായമുള്ളവർക്കൊന്നും പറ്റില്ല. ടിപ്പർ ലോറിന്റെ സ്പീഡില് ഓടാൻ ആരോഗ്യം വേണം, അത് കുടിക്കണവർക്ക്. ഇന്നലെ ഒറ്റമൂലി കുടിച്ചൊരു ശവം എണീറ്റ് ഓടിത്രേ. ആ വീട്ടുകാർക്ക് ചെക്കനെയും കിട്ടി, എന്റെ വൈദ്യർക്ക് കൈ നിറയെ പണവും കിട്ടി. ആഹാ, എന്താണ് ആ മരുന്നിന്റെ രഹസ്യം? നിനക്ക് വല്ലതും അറിയോ? ആ ഈശ്വരനറിയാം. വൈദ്യരെ കൂടെ നടക്കണ ആ 2 കുട്ടിച്ചൂളാമാര് കൊറേ ദിവസായി അതിന്റെ രഹസ്യം ചോർത്താൻ നടക്കണു. എവിടുന്ന് കിട്ടാൻ? ഓ നീ നടക്കാനാകൂല, ഞാൻ നിർത്തുക. അല്ലാ പഠിച്ചോനെ, എന്റെ മോന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ അങ്ങനെ നടക്കണത്. അല്ലെങ്കിൽ അങ്ങനെ മടി പിടിച്ചിരിക്കും. കുറച്ചു നേരം അങ്ങോട്ട് നടന്നാ തന്നെ കൊറേ അസുഖങ്ങൾ അങ്ങോട്ട് മാറിക്കിട്ടും. ഓ കോച്ചിങ് കണ്ടാ തോന്നുമ്പോ ഓട്ട മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയെന്ന്. ആ ഇനി നടത്തവും കഴിഞ്ഞ് കാലുവേദന എന്ന് പറഞ്ഞ് കുത്തിരിക്കുമ്പോ ചൂട് പിടിക്കാൻ മങ്കടത്തിനെ വിളിച്ചോളണ്ടി. അല്ലേലും മരുവളായ ഞാൻ ഉമ്മാനെ നോക്കൂലെന്ന് നാട്ടുകാർ കൊണ്ട് പറയിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ഇവിടെ താല്പര്യോ. ഞാൻ പോണുമ്മ. ഇടയ്ക്കിടെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് വരണതാ. ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടണില്ലാച്ചാ എന്താ ചെയ്യാ? ഞാൻ പോണു. ഉമ്മ നാളെ മറ്റന്നാളും സ്കൂളില്ലല്ലോ, നമുക്ക് ഇങ്ങോട്ടും ബിരുന്നു ആയാലോ? ബിരുന്നോന്ന് മിണ്ടാണ്ട് പോയിക്കോളി രണ്ടാളൂ. ഇവിടെ ഒരു വയസ്സായ തള്ളുണ്ട്, അത് ഇവിടെ ഉള്ളിടത്തോളം കാലം ആരും എങ്ങോട്ടും പോണ്ട. എല്ലാരും ഇവിടെ തന്നെ അങ്ങോട്ട് കുഴിച്ചിട.
എന്നാ പിടിച്ചോ, പോയിക്കോ, ഇക്കാനപ്പുറം പോയിക്കോ. ഈ വീട്ടിൽ തന്നെ കുത്തിരുന്നോളി, എങ്ങോട്ടും പോണ്ട. നോക്കണ കണ്ടില്ലേ കൂമ്പന്റെ മാതിരി. നിങ്ങളൊന്ന് അകത്തുപോയി കിടക്കണുണ്ടോ? എനിക്ക് വാതിലടച്ച് കുറ്റിയിടണോ? എനിക്ക് 100 കൂട്ടം പണികളുണ്ട് ഇവിടെ. പുറത്തിടുന്ന ചെരുപ്പ് അകത്തിടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കൂല. മറന്നു പോണതാ മോളെ. അതിനല്ലേ 100 വട്ടം പറഞ്ഞു തരുന്നത്. തുടച്ച് വൃത്തിയാക്കണ സ്ഥലം അത്. ഈ വീട്ടില് വേലക്കാരികളില്ല. നാടയ്ക്ക് അങ്ങോട്ട്. അവിടെ കിടന്ന് ഉറങ്ങിക്കോളി. ഇനി ചൂടുവെള്ളം കട്ടൻ ചായ ഇന്നങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. എനിക്ക് കുറെ അലക്കാനുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മങ്കമ്മനെ നീട്ടിയായിട്ട് വിളിച്ചാ മതി. എനിക്കിവിടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും വിശ്വാസം മങ്കമ്മയാണല്ലോ. ഇനി എല്ലാ കാര്യത്തിനും ഉള്ള എന്നെ മതി. ഹലോ, ഉമ്മാന്റെ വിശേഷം എന്തൊക്കെയാണ്? ഇവിടെ ഉമ്മ മാത്രല്ല ഉള്ളത്. നിങ്ങൾക്കൊരു ഭാര്യ മക്കളും കൂടി ഉണ്ട്. അവരെ വിശേഷം നിങ്ങൾക്ക് അറിയണ്ടല്ലോ. എനിക്ക് ഭാര്യയും മക്കളുണ്ടെന്നുള്ളത് ആദ്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്ക്. ഞാനൊരു ഉപ്പയാണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. അതാദ്യം എങ്ങക്കാണ് ബോധ്യം ഉണ്ടാകേണ്ടത്. സാർ, ഒരു മിനിറ്റ്. സാറ് നാട്ടിലേക്കല്ലേ? ആ, നാട്ടിലേക്കാ. വീട്ടിൽ വിശേഷിച്ച്? ഇല്ല, വിശേഷമൊന്നുമില്ല. നാളെ ലീവാണല്ലേ? ആ, താങ്ക് യു സാർ. ശരി. നസീമ, ഉച്ചക്ക് കഴിക്കാനുള്ള എന്റെ ഗുളിക ഒന്ന് എടുത്തോണ്ടോ. ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകാൻ തള്ളത് സമ്മതിക്കൂല. മുണുങ്ങിക്കോളി. ഇതിലിപ്പൊ കുടിക്കേണ്ട ഗുളിക ഏതാ? ഇതിലേത് കുടിച്ചാലും ഒക്കെ ഒരു ബൈറ്റിക്ക് തന്നെയാ. ഇഷ്ടമുള്ളത് എടുത്ത് കുടിച്ചോളി. ജഗ്ഗില് വെള്ളമുണ്ട്. ഇനി ഇന്നെങ്ങനെ വിളിച്ച് ഓലിയിടാൻ നിൽക്കണ്ട. പകലന്തിയോളം പണിയാണ് എനിക്ക്. എനിക്കും വേണ്ട ഒരു സ്വസ്ഥത. എന്നാ റബ്ബേ ഈ നരകത്തുനിന്നൊന്ന് കഴിച്ചിലേ കിട്ടുക. നോക്കി നിൽക്കാതെ ചെല്ലുക. എന്താ വൈദ്യരെ പതിവില്ലാത്തൊരോട്ടം? ആ വരാഹ സന്തതി നമ്മുടെ നെട്ടോട്ടായി സത്ത മോഷ്ടിച്ചോടിയിരിക്കണു. വൈദ്യലിംഗം ബ്രഹ്മരാശന്റെ ശിഷ്യനാ. എന്റെ പുരോഗതി ആ കൂഷ്മാന്റെ പൃഷ്ടാളന് പിടിക്കണില്ല. ഈ നെട്ടോട്ടാതി സത്തയുടെ മഹിമയെപ്പറ്റി അറിയാത്ത നാടുകളില്ല. എന്താ അതിന് ഇത്ര പ്രത്യേകത? എനിക്ക് അല്പം കിട്ടിയാൽ രുചിച്ച് നോക്കായിരുന്നു. വേണ്ട, ഇയാൾക്ക് ഇപ്പൊ പോണ വേഗത തന്നെ മതി. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഇയാൾക്കുള്ളത് ഞാൻ വീട്ടിലെത്തിച്ചു തരാം. തനിക്കുള്ളത് ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. എടുത്തോളാ. വൃത്തികെട്ടവന്റെ ഒരു ഭാരം. ക്രേഷൻ എവിടെയാ? എന്റെ അമ്മോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക. നിന്റെ നേരെ പായണത് തള്ളന്റെ അടുത്തേക്ക്.
ഭാര്യന്റെ മക്കളെ വിശേഷം ഒന്നും അറിയണ്ട. വരവ് എന്നെ മോന്തയും വീർപ്പിച്ച. ഉമ്മ എന്താ കിടക്കണ്? സുഖല്ലേ? ഈ എപ്പോഴേ വന്നത്? വന്ന് കേറിട്ടേ ഉള്ളൂ. സമയം ഇപ്പൊ എന്തായി മോനെ? 5:30 മണിയായി. അല്ലാ, ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല. എണീറ്റിരിക്കി. നിങ്ങളെന്താ കിടക്കണ്? തല ചുറ്റിയിട്ട് വയ്യ, ഛർദിക്കാനും വരുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ഗുളിക ഇവിടെ ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടില്ലേ? അതിലേത് ഗുളികയാന്ന് എനിക്കറിയില്ലല്ലോ. ഏതാച്ചാ അടുത്ത് തന്നാളാ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ല. എണീറ്റോളി. അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടച്ചോനെ. ഉമ്മ കുറച്ചുകൂടി കിടന്നോളി. ഒരു അരമണിക്കൂർ കൊണ്ടല്ല ശരിയാവും. അല്ല, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? നല്ല വിഷം കിട്ടുമെങ്കിൽ ഒരു ഗ്ലാസ് അത് കലക്കിതാ. വിഷം കുടിക്കേണ്ട നിങ്ങളല്ല, ഞാനും മക്കള്. എന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ തീർത്തേരാം. എന്നാ പിന്നെ എന്റെ ഈ മോന്ത കാണണ്ടല്ലോ. നിനക്ക് നന്നാവണം തോന്നുന്നുണ്ടെങ്കിലേ എന്റെ മരണം വരെ കാത്തിരിക്കരുത് നസീമ. വേഗം വരി, വേഗം. വൈദ്യരെ, ശർക്കര വൈദ്യരെ. ആ, ശർക്കര വൈദ്യരെ, നിങ്ങളിവിടെ ഉണ്ടല്ലോ, സമാധാനായി. രക്ഷിക്കണം ശർക്കര വൈദ്യരെ. ഇന്റെ അഞ്ചനാണ് രാവിലെ നീറ്റ് യോഗ ചെയ്ത് ഉറങ്ങിപ്പോയി. പിന്നെ കാണുന്ന ഇപ്പരുവത്തിലാ. രക്ഷിക്കണം വൈദ്യരെ. ശരിയാ വൈദ്യരെ, ശരിയാ ശർക്കര വൈദ്യരെ. ആദ്യം ഇയാളങ്ങോട്ട് മാറി നിൽക്കുക. ഹൈ, ഈ ചോന ഷർട്ടിട്ട് ആളങ്ങോട്ട് മാറി നിൽക്കുക. ആ കഠോര, ഇവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. വരിക എടുത്തോളൂ. വരിക വരിക. ടിപ്പറിന്റെ അവിടെ നിൽക്കുക. വരിക, ഇതിലേ വരിക, ഇതിലേ വരിക. ആ, വരിക അങ്ങോട്ട്. നടക്കുക. ഇങ്ങോട്ട് വരിക. ക്ഷിപ്ര, എന്താ റവകളെ? ആ നിൽക്കുന്ന ത്രിയൂഷ വികുണ്ടം നമ്മെ വിളിച്ചത് താൻ കേട്ടില്ലേ? കേട്ടു റവകളെ. ശർക്കര വൈദ്യരുന്നല്ലേ? ഉവ്, ആ പേര് എനിക്ക് ഇഷ്ടമല്ല എന്ന് തനിക്ക് അറിഞ്ഞൂടെ? ഉവ്, അവൻ അറവകളുടെ ഓമന പേര് വിളിച്ചായിരിക്കും. എനിക്ക് ഓമന പേരിടാൻ ഞാൻ അവന്റെ മാതാവിന്റെ ഉദരത്തിലല്ലല്ലോ ജന്മം കൊണ്ടത്. താൻ അവനോട് ചെന്ന് പറയാ, മേലിൽ ആ പേര് ഇവിടെ ഉച്ചരിക്കരുതെന്ന്. ചെല്ല. ശരി അറവകളെ. എന്തേ, എന്താണ്ടായത്? ഇങ്ങോട്ട് വരിക. ഇയാളെ വൈദ്യർക്ക് ഇഷ്ടം പിടിച്ചിരിക്കണു. ശർക്കര വൈദ്യരെ എന്നുള്ള വിളി വൈദ്യർക്ക് നന്നായി ബോധിച്ചു അത്രേ. ഓഹോ, വൈദ്യർ ഓമനപ്പേര് മുഖത്ത് നോക്കി ആദ്യമായിട്ട് വിളിക്കണത് ഇയാളാണേ. ഇവിടുന്ന് പോണതിന് മുമ്പ് ബുദ്ധിമുട്ടില്ലാച്ചാ മുഖത്ത് നോക്കി ഒന്നുകൂടി വിളിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കാൻ പറയായിരുന്നു. അതിനെന്താ, 1000 പ്രാവശ്യം വിളിക്കാലോ. അത്രയൊന്നും വേണ്ട,
സഹസ്രനാമം ജപിക്കാൻ വേറെയും ധാരാളം ഉണ്ടല്ലോ. ഓ ഏതായാലും സന്തോഷായി. എന്നാൽ ഇവിടെ നിന്നോളൂ, ഞാനങ്ങട് കിടത്തുക കിടത്തുക കിടത്തുക. പതുക്കെ പതുക്കെ വിട അങ്ങോട്ട്. മിണ്ടാണ്ടിരിക്ക. ആ കാലൊന്നും അങ്ങോട്ട് പൊക്കുക. ആ ക്ഷിപ്ര, ആർവകളെ, ഈ കൂട്ടത്തിൽ നന്നായി ഓടാൻ അറിയാവുന്ന 2 പേരെ വിളിക്കുക. ഞാൻ മതിയോ? ഞാൻ നന്നായി ഓടും. ഞാനും ഓടും. ചാകാനല്ല, ഓടാനാ, ഓടാൻ. ആ ക്ഷിപ്ര, ശർക്കര എടുത്ത് ഇവരെ കൈ കൊടുക്കുക. പിടിക്ക. 2 പേരും പുറത്തേക്ക് ഇറങ്ങി തയ്യാറായി നിൽക്കുക. കഠോര തരിക. ആ വായ ഒന്ന് തുറക്കുക. പിടിക്കുക. മുടി വെച്ചോളൂ. ഓടിച്ചത് പിടിക്കുക. ചെല്ലുക. ശർക്കര വൈദ്യരെ, ശർക്കര വൈദ്യരെ, സന്തോഷായി. നന്ദിണ്ട് ശർക്കര വൈദ്യരെ. ശർക്കര വൈദ്യർക്ക് എന്താ വേണ്ടെച്ചാ ചോദിച്ചോളി. ക്ഷിപ്ര, ആർവകളെ, ആ നട്ടോട്ടായി സത്തം കൊണ്ട് എടുക്കുക. ശർക്കര ആയി മിണ്ടാണ്ടിരിക്കുക. കൊടുത്തോളൂ. കഴിക്ക. കഴിച്ചോളൂ. കുപ്പിയോടെ കഴിക്ക. മുഴുവൻ കഴിച്ചോളൂ. ഈശ്വര, പണി പാളിയല്ലോ. പടച്ച തമ്പിരാനെ, സ്വകൊന്നു പറയുന്ന സംഗതി എനിക്ക് പോരേലില്ല. ഇന്റെ മക്കളെ വിചാരിച്ചിട്ട് മാത്ര, അല്ലെങ്കിൽ എന്നോ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. അന്റെ കാര്യം ആലോചിച്ചിട്ട് ഈ ഇമ്മാന്റെ നെഞ്ഞ് പുകയാണ്. ഞാൻ അന്നെ കുറ്റം പറയുള്ളൂ. ഭർത്താവിന്റെ തള്ളയാണെന്ന് കരുതി നോക്കണീനൊക്കെ ഒരു കണക്ക് വേണം. അല്ലെങ്കിൽ ഈ തള്ളൻ ഈ പെരി തന്നെ നിർത്തണമെന്ന് അന്റെ മാപ്പിളക്ക് എന്താ അത്ര നിർബന്ധം? ഓനിക്കെന്താ സ്വന്തം പെരക്കാരായ 2 അഞ്ചന്മാരില്ലേ? അനുജന്മാര് നട്ടലുള്ള ഒരുത്തനുമില്ല. അനുജന്മാരെ കൂട്ടത്തില് ഒക്കെ പെണ്ണുങ്ങളെ മാപ്പിളാരാ. അതുപോലാകാൻ അനക്ക് കഴിഞ്ഞില്ല. മാപ്പിളാരെ വരച്ച വരിയിൽ നിർത്താൻ കഴിഞ്ഞെങ്കിലേ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഉത്തരവാദിത്തമൊക്കെ പതുക്കെ ഞാൻ അങ്ങോട്ട് ഊരും. പിന്നെ പണ്ടത്തെ പോലെ ഇടക്കിടക്ക് മക്കളെ വീട്ടിൽ പോയി വിശേഷങ്ങൾ അറിയാനൊന്നും ഇപ്പൊ എന്നെ കൊണ്ടാവൂല. ഇന്നിപ്പൊ ഞങ്ങള് വന്നതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞ വിശ്വാസം ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് എന്റെ ബാപ്പാനെ ഏൽപ്പിച്ച്. ബാപ്പ പറഞ്ഞ ഞങ്ങൾ പറയണ മാതിരി ഒന്നും ആവൂല. എന്താ പറയുന്നത് നോക്കുക. നിങ്ങളിവിടെ ഒറ്റക്കാക്കിയിട്ട് ഓളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പൂജ്യണ്ടായിട്ടൊന്നുമല്ല, ഉമ്മുക്കുലുസൂന് നിർബന്ധം കൊണ്ടാ. പിന്നെ ഞങ്ങളെല്ലാരും കൂടുന്ന ഒരു പരിപാടിക്ക് നസീബ കൂടി ഉണ്ടാവുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി. എന്ത് പറഞ്ഞിട്ടും കാര്യല്ല, ആ തള്ളന്റെ സമ്മതം കിട്ടൂല. അതിന് നിങ്ങൾ എന്തിനാ ഇപ്പൊ എത്ര വിഷമിക്കണ്? 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഓള് പോന്നോട്ടെ, എനിക്ക് സമ്മത. തള്ളന്റെ സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഞങ്ങളെപ്പോണ്ട് പോര്. അതുമേലെ എന്താ വരികയെന്ന് പിന്നെ ഞമ്മക്ക് നോക്കാലോ. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇക്കാന്റെ സമ്മതം കിട്ടാണ്ട് ഒരുങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഓന്റെ സമ്മതൊക്കെ ഞാൻ വാങ്ങിത്തരാ. അല്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞെന്നാ മതിയോ? പോണ്ടേ? പോകാനുള്ള സമ്മതം കിട്ടിയോ? കിട്ടി. ഇനിയിപ്പോ അസീസിന്റെ സമ്മതം കൂടി വേണമെന്നാ നസീമ പറയണത്. വേണല്ലോ. ഭർത്താവിന്റെ സമ്മതം തന്നെയാണ് എല്ലാരും സമ്മതത്തെക്കാളും വലുത്. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇടങ്ങാറാക്കണ കാര്യത്തിൽ ഈ ആണുങ്ങളൊക്കെ കണക്കാ. അല്ല, അസീസിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഞാൻ നോക്കിട്ട് വരാം. ആ ഉമ്മാന്റെ അടുത്ത് പോയി 2 നല്ല വർത്താനം പറഞ്ഞിട്ട് പോര്.
എത്ര നേരായി ബാപ്പയും നിങ്ങളെ കാത്ത അവിടെ ഇരിക്കണ്. ഇതാ വരാൻ ഒരുങ്ങാണ്. അല്ല എന്താപ്പാ അവരെ വരവിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞിരുന്നില്ലേ അനിയത്തിന്റെ നാത്തൂന്റെ പള്ള കാണാൻ പോണ ചടങ്ങിനെ പറ്റി? അതെ, അത് മാറ്റി വെച്ചോ? നന്നായി. മാറ്റി വെച്ചിട്ടൊന്നുമില്ല, നാളെയാണ് ആ ചടങ്ങ്. അതിന് ഇന്നെ കൊണ്ടുപോകാനാവൂല് വന്നത്. തൽക്കാലം എൻ്റെ പള്ള കണ്ട് ആസ്വദിച്ചാൽ മതി. വേണമെങ്കിൽ എൻ്റെ പള്ളിയും കണ്ടോ. അനിയത്തിൻ്റെ നാത്തൂൻ്റെ പള്ള കാണാനേ ഇത്രയും ദൂരം വണ്ടി കയറി എൻ്റെ മോൾ ക്ഷീണിക്കും.